ഇനി ഞാൻ എന്തിന് ജീവിക്കണം? എന്റെ യൗവനകാലത്ത് 30 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ യൗവനത്തില് ഡോക്ടേഴ്സ് പറയുക, വൈദ്യശാസ്ത്രം പറയുക, നീ ഇനി 6 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, 1994 നവംബർ മാസം 25-ാം തീയതി ദൈവത്തിന്റെ അത്ഭുതകരമായ കരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനം അത്ഭുതകരമായി എന്റെ ഹൃദയത്തിലേക്ക് ദൈവം എഴുതി വെച്ചു. നീ യേശുവിൽ വിശ്വസിക്കാമോ? നിന്റെ നിരീശ്വരവാദവും നിന്റെ പ്രസ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് നീ എന്നിൽ വിശ്വസിക്കുക. നിന്നെ ഞാനൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാം. നിന്റെ കുടുംബത്തെ ഞാൻ രക്ഷിക്കും, നിന്നെ ഞാൻ രക്ഷിക്കും. നീ ഒരു മാറ്റപ്പെട്ട വ്യക്തിയായി മാറും. ഞാൻ വിശ്വസിച്ചു പ്രിയരെ. കാരണം വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ വിശദീകരിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥം എഴുതിയിരിക്കുന്നു. മാതാവിന്റെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ വിശദീകരിച്ചു, നീ എന്റെയാണ്. അങ്ങനെയുള്ള പ്രവചന ഗ്രന്ഥത്തിലെ പുസ്തകം, അങ്ങനെയുള്ള ഒരു പ്രവചന ഗ്രന്ഥമുണ്ടെങ്കിൽ ലോകത്തിൽ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥമാണ്. ലോകത്തിൽ എത്രയോ ഒട്ടനവധി മഹത് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്, വായിക്കുന്നവരുണ്ട്. എന്നാൽ തിരുവെഴുത്തുകൾ എന്നറിയപ്പെടുന്ന ഒരേ ഒരു ഗ്രന്ഥം ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിൾ. സത്യവേദ പുസ്തകം വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാർ പ്രവചിച്ചിടും. അതാ പ്രവചനം. അങ്ങനെ പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന അനുഗ്രഹത്തിന്റെ 35,000-ൽ പരം അനുഗ്രഹത്തിന്റെ വചനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം. ഇതിലേതെങ്കിലും ഒരു വചനം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടാൽ നിങ്ങൾ പുതിയ സൃഷ്ടിയായി മാറും. പ്രിയരെ, നമുക്കിങ്ങനെ ജീവിച്ചാൽ പോരാ. ഈ ലോക ജീവിതത്തില് 30, 40, 50, 60 വർഷമൊക്കെ ജീവിച്ചു. എന്താണ് ഒരു മാറ്റം? ഒരു മാറ്റം വേണം. കാരണം നമുക്ക് സൗജന്യമായി തന്ന ദൈവം ഒരു ജീവനുണ്ട്. നമുക്ക് ദൈവം സൗജന്യമായി നൽകിയതല്ലേ ജീവൻ. ഞാനോ നിങ്ങളോ അറിഞ്ഞിട്ടാണോ ആഗ്രഹിച്ചിട്ടാണോ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമുക്ക് ജീവൻ നൽകിയത്? ഓർക്കണമേ, നാം അറിയാതെ നമ്മുടെ അമ്മ പോലും ഒരു മാസം കഴിഞ്ഞറിയുമ്പോ ദൈവത്തിന്റെ അത്ഭുതകരമായ ആ കരുതൽ എത്രത്തോളം ഉണ്ട് ഒരു വ്യക്തിയെ കുറിച്ച്. ആ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, അത് നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് വിശുദ്ധ ഗ്രന്ഥം വിഭാവനം ചെയ്യുന്നത്. 35,000-ൽ പരം അനുഗ്രഹീത വചനങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ധ്യാനിക്കൂ, പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, വ്യക്തി ജീവിതത്തിൽ മാറ്റമുണ്ടാകും. നിങ്ങൾ സമൂഹത്തിൽ ഒരു മാറ്റപ്പെട്ട വ്യക്തിയായി, ഒരു വ്യത്യസ്ത മനുഷ്യനായി മാറും.